അപ്പോൾ നമ്മുടെ മോർണിംഗ് റൈഡ് സ്റ്റാർട്ട് ചെയ്യുവാണ്. സമയം രാവിലെ 5:30 ആകുന്നു. അങ്ങനെ നമ്മൾ തലയോലപ്പറമ്പ് റൂട്ടിൽ നിന്ന് വെള്ളൂർ റൂട്ടിലേക്ക് കയറും കേട്ടോ, അല്ലെങ്കിൽ കേരള പേപ്പർ പ്രൊഡക്ട്സ് ലിമിറ്റഡ്. അപ്പോൾ ഈ റോഡിൻ്റെ പേര് തന്നെ ന്യൂ സ്പ്രിംഗ് നഗർ റോഡ് എന്നാട്ടോ. അപ്പോൾ പറഞ്ഞ പോലെ ഇത് നമ്മുടെ വെള്ളൂരിന് കിടക്കുന്ന വഴിയാണ്. അപ്പോൾ കാര്യം പറഞ്ഞാൽ രണ്ട് സൈഡിൽ വലിയ മരങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി റോഡാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ റോഡിൻ്റെ കണ്ടീഷൻ ലേശം മോശമാണ്, അതുകൊണ്ട് അത്ര വൈബ് കിട്ടിയാലെന്ന്. അപ്പോൾ അവിടെ ഒരു ബോർഡ് കാണുന്നതാണ് നമ്മുടെ പേപ്പർ ഫാക്ടറി. പക്ഷെ നമ്മളിത് ഇങ്ങോട്ട് തിരിയും കേട്ടോ, നമ്മൾ ഈ റൂട്ടാണ് പോണത്. അപ്പോൾ ഈ വഴി നോക്കുവാണെങ്കിൽ നമ്മൾ ഇടുക്കി കുളമാവ് റൂട്ടിലൊക്കെ പോണൊരു ഫീലാട്ടോ. അതിലെ ആ ഒരു കുളമാവൊക്കെ കഴിഞ്ഞിട്ട് രണ്ട് സൈഡിലും മരങ്ങളൊക്കെ വന്നിട്ട് ഒരു കാട് ഫീല്. ഹേ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ യൂഷ്വൽ മോർണിംഗ് റൈഡ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്നത്തെ ഒരു മോർണിംഗ് റൈഡ് ഏതെങ്കിലും ലൊക്കേഷനിലേക്ക് പോകുമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ഒലിയപ്പുറത്തിനാണ് പോകുന്നത്, അതായത് നമ്മുടെ എഴുമാന്തുരത്തൊക്കെ പോലെ. അപ്പോൾ നടുക്കൂടി ഒരു റോഡും രണ്ട് സൈഡിൽ പാടങ്ങളൊക്കെ ആയിട്ട്, അതുപോലെ അതിൻ്റെ ഇടയ്ക്കൂടെ ഒരു എന്താ പറയുക, ഒരു ചെറിയ തോടൊക്കെ ഉണ്ട്. അപ്പോൾ ആ തോടിൽ ആമ്പലൊക്കെ പൂത്ത് നിൽക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഭയങ്കര രസമുള്ളൊരു കാഴ്ചയാണ്. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സമയത്ത് ആ ഒരു പാടമൊക്കെ വിതച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല. അതുപോലെ ഒരു 2-3 ആഴ്ച മുന്നേ അവിടെ നമ്മുടെ ഈ ആമ്പലൊക്കെ പൂത്ത് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഉണ്ടോയെന്നും അറിയത്തില്ല. അപ്പോൾ എന്താണെങ്കിലും ഇന്ന് ജസ്റ്റ് അങ്ങോട്ട് റൈഡ് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിപ്പോൾ സ്ഥലം എന്ന് പറഞ്ഞാൽ വെള്ളൂരാണ്. അപ്പോൾ ഈ ഒരു മതിലിൻ്റെ അപ്പുറം കാണുന്നതാണ് നമ്മുടെ പേപ്പർ ഫാക്ടറി. അപ്പോൾ ഇതിപ്പോൾ സമയത്ത് 6 മണി കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒരു 10 കിലോമീറ്റർ കവർ ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ നിന്നൊരു 20 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് വരുന്നത്. അപ്പോൾ ആ കിടക്കുന്ന വഴിയുണ്ടോ, അതിലെയാണ് നമ്മൾ പോണേ. അപ്പോൾ നമ്മൾ വന്ന വഴി ലേശം മോശമാണ്, നമ്മൾ പോകുന്ന വഴിയും കുറച്ച് മോശമാണെന്നാണ് കേട്ടത്. സോ നമ്മൾ റോഡ് ബൈക്ക് എടുത്തില്ല, ഹൈബ്രിഡ് കൊണ്ട് ഇന്നിറങ്ങിയേക്കും കേട്ടോ. അപ്പോൾ ബാക്കി ആഴ്ചകൾ ഓൺ ദ വേ. അപ്പോൾ നമ്മളെ ഒരു ചെറിയ ഡൗൺ ഹില്ലൊക്കെ അടിച്ച് പോവാം കേട്ടോ. അങ്ങനത്തെ ആ ഒരു ഡൗൺ ഹില്ല് കഴിഞ്ഞിട്ട് അടുത്തൊരു ക്ലൈംബ് കേട്ടോ. ഈ റോഡ് ഇങ്ങനെയാണ്, കയറ്റം ഇറക്കം കേട്ടോ. ഒരു ചെറിയ കയറ്റം, ഒരു ചെറിയ ഇറക്കം. അങ്ങനെ പിന്നെ ഒരു കയറ്റം കഴിഞ്ഞിട്ട് വീണ്ടും ഇറക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇനി ഏകദേശം ഒരു 4 കിലോമീറ്ററോടെ ഉണ്ട് നമ്മുടെ ആ ഒരു ലൊക്കേഷനിലേക്ക്. പക്ഷേ ഇപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു എന്താ പറയുന്നത്, നെൽപ്പാടങ്ങളൊക്കെ ആയി കേട്ടോ. അപ്പോൾ ഇതിലെ റൈഡ് ചെയ്യുമ്പം നമ്മുടെ പാലക്കാട് കൊല്ലംകോടിൻ്റെ ഒരു ഫീലാട്ടോ. പക്ഷേ കൊല്ലംകോട് എന്ന് പറയുമ്പോൾ ബാക്കിൽ മലയുണ്ട് കേട്ടോ, മല. അതാണ് അവിടുത്തെ ഹൈലൈറ്റ്. നമ്മളിവിടെ മലയൊന്നുമില്ല. ഇത് ജസ്റ്റ് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ, സോറി ഗായ്സ്, ഞാൻ കോടമഞ്ഞാന്ന് വിചാരിച്ച് നിർത്തിയാണ്. പക്ഷേ അത് എനിക്ക് തോന്നുന്നു നമ്മുടെ പേപ്പർ ഫാക്ടറിയിൽ നിന്ന് വരുന്ന പുകയാട്ടോ പറ്റിച്ച്. അപ്പോൾ നമ്മൾ ഈ ഇടുക്കി സൈഡിലൊക്കെ പോകുമ്പോഴത്തേനും ഈ മലനിരകളുടെ ഇടയ്ക്കൂടെ ഈ കോടമഞ്ഞ് പോണൊരു സംഭവം ഉണ്ടല്ലോ, അങ്ങനെയാണെന്ന് വിചാരിച്ച് നിർത്തിയതാണ്. അപ്പോൾ ഇന്നലെ രാത്രിയിൽ ഒരു നല്ല മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം പക്ഷെ എന്നാലും ഒരു തണുപ്പൊക്കെ ഉണ്ട്. അപ്പം മഴ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒരു കോടയൊക്കെ പ്രതീക്ഷിക്കായിരുന്നു. അപ്പോൾ ഇവിടുന്ന് നേരെ പോയാൽ പിറവമാണ്. നമ്മളിവിടുന്ന് ലെഫ്റ്റ് എടുത്ത് പോവാം കേട്ടോ. അതായത് എറണാകുളം റൂട്ടാണിത്. ഇത് ചെറുകര പാലാട്ടോ. അപ്പോൾ നമ്മൾ മൂവാറ്റുപുഴ നദിയുടെ കുറുകെയുള്ള പാലത്തെ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു അമ്പലമുണ്ട് കേട്ടോ, അവിടെ നിന്നാണ് പാട്ട് കേൾക്കണേ. അപ്പോൾ വീണ്ടും കയറ്റങ്ങളാണ്, നല്ലൊരു ക്ലൈംബ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബോട്ടം ബ്രാക്കറ്റിൽ നിന്നാണ് ഈ ഒരു ടക്ക് ടക്ക് സൗണ്ട് കേട്ടോണ്ടിരിക്കണേ.
എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ആ ഒരു തോടെന്ന് തോന്നുന്നു. പക്ഷേ അവിടെ വെള്ളമില്ല കേട്ടോ. അപ്പോൾ കഴിഞ്ഞ് 2-3 ദിവസം മഴയൊക്കെ പെയ്തപ്പോൾ ഞാൻ കുറച്ച് വെള്ളമൊക്കെ വന്നിട്ടുണ്ടാവുന്നു. ഈ കയറ്റം കഴിയുമ്പോഴാണെന്ന് തോന്നുന്നു ഒരു റെയിൽവേ ഗേറ്റ് വരുന്നുണ്ട്. യെസ്, ഗേറ്റ് അടച്ചിട്ടില്ല. അപ്പോൾ അവിടെ ഒരു ചെറിയ പെട്ടിക്കട കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മേ ബി തിരിച്ച് വരുമ്പോൾ അവിടെ കടയുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ചായ കുടിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം വിതച്ചിട്ടൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് വിതയ്ക്കാനായിട്ട് കിളച്ചിട്ടേക്കുവാണ്. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ശരിയാണോ? ആ, ഹലോ ഹലോ. 2 പട്ടിക്കുട്ടികൾ കേട്ടോ. വിഷയമാണോ? അപ്പോൾ അതെ അടുത്തൊരു ചേട്ടൻ നടക്കാൻ വന്നപ്പോഴത്തേനും ഒരു പട്ടിക്കുട്ടി ആ ചേട്ടൻ്റെ കൂടെ പോയിട്ടോ. ബൈ ബൈ, പോവട്ടെ, പോവാ. അപ്പം അതെ ഇവിടെ കുറച്ച് ആമ്പലുണ്ട് കേട്ടോ, വളരെ കുറച്ച്. അപ്പോൾ ജസ്റ്റ് നോക്കിയിട്ട് പോകാം. ഇതാണ്ട് ഒരു നീല കിളി ഇരിക്കുന്നു. ഇതെന്ത് കിളിയാണ്? ഞാൻ ആദ്യമായിട്ടാട്ടോ കാണാം നീല കിളി. അതിൻ്റെ ഹെഡ് ഒരു റെഡ് ഹെഡൊക്കെ ആയിട്ടെ. നോക്കട്ടെ. അപ്പോൾ അതെ അതാണ് നമ്മുടെ ചായക്കട. പക്ഷേ അപ്പോൾ ആ ചായ കുടിക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു ചെറിയ കുളം പോലെ ഉണ്ട് കേട്ടോ, നമ്മുടെ ഈ ആമ്പലൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് വരാം. ഇത് തോടല്ലേ ചേട്ടാ? കുളമല്ലല്ലോ, തോടല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ അവിടെ ഒരു തോട് കണ്ടില്ലേ, അതിൻ്റെ ബാക്കിയായിട്ട് കിടക്കുന്ന കേട്ടോ ഇങ്ങോട്ട് ഈ തോട്. അപ്പോൾ ഇവിടെ കുറേ കൂടെയൊക്കെ ആമ്പൽ നിൽപ്പുണ്ട്. അപ്പോൾ അതേ സമയം 7:15 അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അപ്പുറത്തെ പാടത്ത് പോകുന്നില്ല കേട്ടോ. നമുക്കിവിടെ നിന്ന് ജസ്റ്റ് ചായ കുടിച്ചിട്ട് നേരെ റിട്ടേൺ അടിക്കാം. അപ്പോൾ അതേ ആ കാണുന്ന നമ്മുടെ ആമ്പൽക്കുളം, പിന്നെ നേരെ കാണുന്ന റെയിൽവേ ക്രോസ്, അതിൻ്റെ തൊട്ട് സൈഡിലാട്ടോ നമ്മുടെ സണ്ണിച്ചിൻ്റെ ചായക്കട എന്നാണ് പേര് എഴുതിയിരിക്കുന്നത്. അവിടെ നിന്നൊരു ചെറിയ ചായയൊക്കെ മേടിച്ചിട്ട് ഈ ഒരു വ്യൂ ഒക്കെ കണ്ടിട്ട് ചായ കുടിക്കും. അപ്പോൾ ഇതേ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് റെയിൽവേ ക്രോസ് എടുത്തിട്ട് പോരും കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നേരെ കിടക്കുന്ന വഴി പോവുകയാണെങ്കിൽ നമ്മുടെ ഇടയ്ക്കാട്ട് വയലിലും. പക്ഷേ ഇതേ നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചു പോവാം കേട്ടോ.
ഇതുകൊണ്ടൊക്കെ ആയിട്ട് നമ്മളിന്ന് റോഡ് ബൈക്ക് എടുക്കണേ. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഹൈബ്രിഡ് കൊടുക്കാത്തതും. അങ്ങനെ സമയം 8 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ നമ്മുടെ വീട്ടിലേക്ക്. അപ്പോൾ ഇതിപ്പോൾ മുളക്കുളം പാലമാണ്. നമ്മൾ ഇന്ന് തന്നെ 3ാമത്തെ തവണയാണ് മൂവാറ്റുപുഴ നദിയുടെ കുറുകെ പോകണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. വീഡിയോയുടെ മൈൻഡപ്പ് ചെയ്യുന്നു. ബൈ ബൈ, പീസ് ഔട്ട്.